ഡീസൽ എഞ്ചിനും പെട്രോൾ എഞ്ചിനും താരതമ്യേന സെയിം തന്നെയാണ്. ബട്ട് ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് എന്തെല്ലാം കമ്പോണൻസ് ഒരു ബേസിക് ലെവലിൽ എന്തെല്ലാം ഉണ്ടെന്ന് കാണാവുന്നതാണ്. പെട്രോൾ എഞ്ചിനെ പോലെ തന്നെ ടൈമിംഗ് ബെൽറ്റ്, എഞ്ചിൻ ബ്ലോക്ക്, എക്സോസ്റ്റ് മാനിഫോൾഡ്, ഇൻടേക്ക് മാനിഫോൾഡ്, എയർ ഫിൽറ്റർ എല്ലാം ഉണ്ട്. ബട്ട് പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും ഒരു മെയിൻ ഡിഫറൻസ് ആയി സ്പാർക്ക് പ്ലഗ് ഡീസൽ എഞ്ചിനിൽ ഇല്ല. പകരം ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. എയർ ഫിൽറ്റർ എയറിനെ പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇൻടേക്ക് മാനിഫോൾഡ് ഫിൽറ്റർ ചെയ്ത എയറിനെ സിലിണ്ടറിലേക്ക് കടത്തിവിടുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു പാസേജ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ എക്സോസ്റ്റ് മാനിഫോൾഡ് എക്സോസ്റ്റ് എയറിനെ പുറത്തേക്ക് പോകാനുള്ള ഒരു പാസേജ് ആയിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എഞ്ചിന്റെ ഇന്റേണൽ കമ്പോണൻസ് എന്തെല്ലാം ഉണ്ടെന്ന് നോക്കാം. പെട്രോൾ എഞ്ചിനെ പോലെ തന്നെ പിസ്റ്റൺ, ക്രാങ്ക് ഷാഫ്റ്റ്, ക്യാം ഷാഫ്റ്റ്, വാൾവ്സ് എല്ലാം കാണാവുന്നതാണ്. വാൾവ്സ് സ്പ്രിങ്ങുകളിലാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. ക്യാം ഷാഫ്റ്റിലെ ക്യാമുകൾ റൊട്ടേറ്റഡ് ആകുമ്പോൾ ക്യാമുകൾ വാൾവ് സ്റ്റെമ്മിൽ തട്ടി വാൾവ് താഴോട്ട് മൂവ് ചെയ്യും. ക്യാം ഒരു എഗ് ഷേപ്പ് പോലെ എക്സെൻട്രിക് ആകുന്നു. ക്യാം തെന്നി മാറുമ്പോൾ വാൾവ് സ്പ്രിങ്ങിന്റെ സഹായത്തോടെ റിട്ടേൺ മുകളിലേക്ക് വരുന്നു. വാൾവ് താഴേക്ക് പോകുമ്പോഴാണ് വാൾവ് ഓപ്പൺ കണ്ടീഷനിലാകുന്നു. വാൾവ് മുകളിലേക്ക് പോകുമ്പോൾ വാൾവ് ക്ലോസ്ഡ് കണ്ടീഷനിലുമാകുന്നു. വാൾവുകൾ എഞ്ചിനിൽ വാൾവ് സീറ്റിംഗുകളിലാകുന്നു സ്ഥിതി ചെയ്യുന്നത്. ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ആകുന്നത് ക്രാങ്ക് ഷാഫ്റ്റിൽ ടൈമിംഗ് ബെൽറ്റ് കൊണ്ട് കണക്ട് ചെയ്തത് കൊണ്ടാണ്. ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റഡ് ആയാൽ അതിൽ കണക്റ്റഡ് ആയ ടൈമിംഗ് ബെൽറ്റ് കറങ്ങും. അപ്പോൾ ക്യാം ഷാഫ്റ്റിൽ ടൈമിംഗ് ബെൽറ്റ് കണക്ട് ചെയ്തതിനാൽ ക്യാം ഷാഫ്റ്റും സൈമിൾട്ടേനിയസ്ലി കറങ്ങും. അപ്പോൾ ക്യാം ഷാഫ്റ്റ് കറങ്ങിയാൽ അതിന്മേലുള്ള ക്യാമുകളും കറങ്ങും. അപ്പോൾ ക്യാമിൽ തട്ടി വാൾവ് ഓപ്പൺ ആവുകയും ക്ലോസ്ഡ് ആകുകയും ചെയ്യുന്നു. പിസ്റ്റൺ കണക്റ്റിംഗ് റോഡിന്റെ സഹായത്തോടെ ബിയറിംഗിലാകുന്നു ക്രാങ്ക് ഷാഫ്റ്റിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ക്രാങ്ക് ഷാഫ്റ്റിൽ ഒരു ക്രാങ്ക് വെയിറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടുതൽ ഇനേഷ്യ മോഷൻ ലഭിച്ച് ക്രാങ്ക് ഷാഫ്റ്റിന് റൊട്ടേഷൻ ഫ്ലുവന്റ് ആക്കി കണ്ടിന്യൂസ് റൊട്ടേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 4 സിലിണ്ടർ എഞ്ചിൻ ആകുന്നു നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. സിലിണ്ടറുകളിലാണ് പിസ്റ്റൺ പണ്ട് ആൻഡ് മോഷൻ സംഭവിക്കുന്നത്. പിസ്റ്റൺ മുകളിലെ പീക്ക് പോയിന്റിൽ നിന്നും താഴോട്ട് മാക്സിമം പോയിന്റിലേക്ക് മൂവ് ചെയ്താൽ ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ 4 തവണ സംഭവിച്ചിട്ടാണ് എയറിനെ ഇൻടേക്ക് ചെയ്ത് എക്സോസ്റ്റ് എയർ ആയി പുറത്തേക്ക് പോകുന്നത്. ഈ പ്രോസസ്സിനെയാണ് 4 സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഫ്ലൈ വീലിന്റെ തൊട്ടടുത്ത് മുകളിലായിട്ട് സ്റ്റാർട്ടിംഗ് മോട്ടോറും സ്ഥിതി ചെയ്യുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ കാറിന്റെ കീ കൊടുക്കുന്ന സമയത്ത് ബാറ്ററിയിൽ നിന്നും കറന്റ് സ്റ്റാർട്ടിംഗ് മോട്ടോറിലേക്ക് പോകും. അവിടെ വെച്ച് സ്റ്റാർട്ടിംഗ് മോട്ടോറിലെ ഗിയർ റൊട്ടേറ്റഡ് ആയി ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്ത് എഞ്ചിന്റെ ഫ്ലൈ വീലിനെ പിടിച്ച് അപ്പോൾ തന്നെ സ്റ്റാർട്ടിംഗ് മോട്ടോർ ഗിയർ റിട്ടേൺ ബാക്കിലോട്ട് തന്നെ മൂവ് ചെയ്ത് ഫ്ലൈ വീലുമായിട്ട് ഡിസ്കണക്റ്റഡ് ആകും. സ്റ്റാർട്ടിംഗ് മോട്ടോർ ഫ്ലൈ വീലിനെ പിടിച്ച് കറക്കുന്ന ആ ഒരു ഫ്രാക്ഷണൽ സെക്കൻഡിൽ ഒരുപാട് കാര്യങ്ങളാണ് ഒരുമിച്ച് സൈമൾട്ടേനിയസ്ലി നടക്കുന്നത്. അതായത് ഫ്ലൈ വീൽ റൊട്ടേറ്റഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റഡ് ആകുന്നു. കാരണം ഫ്ലൈ വീൽ കണക്ട് ചെയ്തിരിക്കുന്നത് ക്രാങ്ക് ഷാഫ്റ്റിലാകുന്നു. സ്വാഭാവികമായിട്ടും ക്രാങ്ക് ഷാഫ്റ്റിന്റെ മറ്റൊരു എൻഡിലുള്ള ടൈമിംഗ് ബെൽറ്റും ഒരുമിച്ച് കറങ്ങുന്നതാണ്. അതേപോലെ ക്രാങ്ക് ഷാഫ്റ്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന പിസ്റ്റണും അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് സംഭവിക്കുന്നതാണ്. അതുപോലെ ക്രാങ്ക് ഷാഫ്റ്റിന്റെ മറ്റൊരു എൻഡിൽ ടൈമിംഗ് ബെൽറ്റ് ഉള്ളതിനാൽ ടൈമിംഗ് ബെൽറ്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റഡ് ആകും. അപ്പോൾ ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റഡ് ആയാൽ വാൾവ് ക്ലോസിംഗ് ആൻഡ് ഓപ്പണിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് ഒരു എഞ്ചിന്റെ സ്റ്റാർട്ടിംഗ് സാധ്യമാകുന്നത്. ഇവിടെ സ്റ്റാർട്ടിംഗ് മോട്ടോർ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് ഓഫ് ചെയ്യുന്നത് പോലെയാണ്. ജസ്റ്റ് ഒന്ന് ഒരു ഫ്രാക്ഷണൽ സെക്കൻഡിലേക്ക് ഒന്ന് ഓൺ ചെയ്ത് ഒന്ന് ഓഫ് ചെയ്യുന്നു എന്നത് പോലെയാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് മോട്ടോർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് മോട്ടോർ ഫ്ലൈ വീലുമായിട്ട് ഡിസ്കണക്ട് ആയ ശേഷം ഡിസ്കണക്ട് ആയതിനു ശേഷം എങ്ങനെയാണ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സ്റ്റാർട്ടിംഗ് മോട്ടോർ ഫ്ലൈ വീലിനെ കറക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സിലിണ്ടറിൽ സക്ഷൻ സ്ട്രോക്ക് നടക്കുന്നതാണ്. ഇനി എന്താണ് ഓരോ സ്ട്രോക്കിലും നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ സ്ട്രോക്കിൽ പിസ്റ്റൺ ടിഡിഎസിൽ നിന്ന് ബിഡിഎസിലെത്തുന്നു. എക്സോസ്റ്റ് വാൽവ് അടയുകയും ഇൻലെറ്റ് വാൽവ് തുറക്കുകയും ചെയ്യുന്നു. പെട്രോൾ എഞ്ചിനിൽ എയർ ഫ്യൂൽ മിശ്രിതം സിലിണ്ടറിനകത്ത് പ്രവേശിക്കുന്നു. എന്നാൽ ഡീസൽ എഞ്ചിനിൽ എയർ മാത്രം പ്രവേശിക്കുന്നു. ക്രാങ്ക് ഷാഫ്റ്റ് 150 ഡിഗ്രിയിൽ കറക്കം പൂർത്തിയാക്കുന്നു. ഈ സ്ട്രോക്കിൽ 2 വാൽവ് അടഞ്ഞിരിക്കുന്നു. പിസ്റ്റൺ ബിഡിഎസിൽ നിന്ന് ടിഡിഎസിലേക്ക് ചലിക്കുന്നു. അതായത് താഴെ നിന്ന് മുകളിലോട്ട് ചലിക്കുന്നു. സിലിണ്ടറിലെ ചാർജ് മർദ്ദീകരിക്കപ്പെടുന്നു. ക്രാങ്ക് ഷാഫ്റ്റ് 360 ഡിഗ്രിയിൽ കറക്കം. അടുത്ത സ്ട്രോക്കാണ് പവർ സ്ട്രോക്ക്. പവർ സ്ട്രോക്കിൽ ഡീസലിന് ഹൈ പ്രഷറിൽ ഇഞ്ചക്ട് ചെയ്യുന്നു. ഹൈ പ്രഷറിൻ്റെ കാരണത്താൽ അവിടെ ഒരു ബ്ലാസ്റ്റിംഗ് നടക്കുന്നു. ഇതിൻ്റെ ഫലമായി പിസ്റ്റൺ ഹൈ പ്രഷറിൽ താഴോട്ട് ചലിക്കുന്നു. അവിടെ ഒരു പവർ ഉൽപ്പാദിപ്പിക്കുന്നു. ആ പവർ ക്രാങ്ക് ഷാഫ്റ്റ് ഫ്ലൈ വീലിൽ കൊടുക്കുന്നു. ക്ലച്ച് ഗിയർ ബോക്സ് വഴി ഹൗസിങ്ങിൽ എത്തുകയും ചെയ്യുന്നു. അതുവഴി വീലിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ സ്ട്രോക്കിൽ പെട്രോൾ എഞ്ചിന് സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കുന്നു. എന്നാൽ ഡീസൽ എഞ്ചിന് ഇഞ്ചക്ടർ ഉപയോഗിക്കുന്നു. ക്രാങ്ക് ഷാഫ്റ്റ് 540 ഡിഗ്രിയിൽ കറക്കം പൂർത്തിയാക്കുന്നു. പവർ സ്ട്രോക്കിൻ്റെ അവസാനം എക്സോസ്റ്റ് വാൽവ് തുറക്കുന്നു. പിസ്റ്റൺ മുകളിലോട്ട് ചലിക്കുന്ന കത്തി വാതകങ്ങൾ വാൽവിലൂടെ പുറത്തു പോകുന്നു.
നമുക്കൊരു കണ്ടിന്യൂസ് ഫ്ലൂവൻ്റ് റൊട്ടേഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.